ക്രിസ്തു ശിഷ്യനായ മാർത്തോമാ ശ്ലീഹ ക്രിസ്തുവർഷം 52-ാം ആണ്ട് ഭാരതത്തിൽ വരികയും ക്രിസ്തു പകർന്നു നൽകിയ സുവിശേഷ വെളിച്ചം ഇവിടെ തെളിക്കുകയും ചെയ്തു. ആ സുവിശേഷ ദീപ്തി നേരിൽ അനുഭവിക്കാൻ കൊടുങ്ങല്ലൂർ, പാലയൂർ, പറവൂർ അഥവാ കോട്ടയ്ക്കാവ്, കോക്കമംഗലം, ചായൽ, നിരണം, കൊല്ലം എന്നീ സഭാസമൂഹങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. മാല്യങ്കര അഥവാ മലകളുടെ കര എന്ന അർത്ഥത്തിൽ ഇവിടെ രൂപപ്പെട്ട ക്രൈസ്തവ സമൂഹം മലങ്കര സഭ എന്നറിയപ്പെടാൻ തുടങ്ങി. തോമാ ശ്ലീഹ ഭാരതത്തിലെത്താൻ 2 കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കച്ചവടത്തിനായി കേരളത്തിലെത്തിയ യഹൂദരുടെ സാന്നിധ്യവും കേരളത്തിലേക്കുള്ള കപ്പൽ മാർഗവുമായിരുന്നു ആ 2 അനുകൂല സാഹചര്യങ്ങൾ. 20 വർഷത്തെ സാക്ഷ്യജീവിതം ഭാരതത്തിനും വിശിഷ്യ കേരളത്തിനും നൽകിയത് വിശ്വാസത്തിന്റെ അമൂല്യമായ നിക്ഷേപമാണ്. മാർത്തോമാ ശ്ലീഹ ക്രിസ്തുവർഷം 72-ൽ മൈലാപ്പൂരിൽ വെച്ച് കുന്തത്താൽ കുത്തപ്പെട്ട് രക്തസാക്ഷിത്വം വരിക്കുമ്പോൾ ഭാരതത്തിൽ വിശ്വാസ വിത്തുകൾ മുളപൊട്ടിക്കഴിഞ്ഞിരുന്നു. മാർത്തോമാ ശ്ലീഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ചവർ എന്ന അർത്ഥത്തിൽ ഭാരതത്തിലെ വിശ്വാസി സമൂഹം മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ തഴച്ചു വളർന്നു. മലങ്കര സഭ ഇക്കാലയളവിൽ പശ്ചിമേഷ്യയിലെ പേർഷ്യൻ അഥവാ പൗരസ്ത്യ സുറിയാനി സഭയുമായി ബന്ധപ്പെട്ടിരുന്നു. ഈ സഭാത്മകമായ ബന്ധം സുറിയാനി ആരാധനാ ഭാഷയായി ഉപയോഗിക്കുന്നതിന് കാരണമായി. 8-ാം നൂറ്റാണ്ട് മുതൽ പേർഷ്യൻ സഭയിലെ മെത്രാന്മാർ മലങ്കര സഭയ്ക്ക് നേതൃത്വം നൽകിയിരുന്നുവെന്നത് ചരിത്രരേഖകൾ സാക്ഷ്യം നൽകുന്നു. 1498-ൽ പോർട്ടുഗീസ് മിഷണറിമാർ കേരളത്തിൽ എത്തിയപ്പോൾ മലങ്കര ക്രിസ്ത്യാനികൾ വിദേശത്തു നിന്ന് തങ്ങളുടെ ക്രൈസ്തവ സഹോദരങ്ങളെ ഊഷ്മളമായി സ്വീകരിച്ചു. പരസ്പരമുള്ള കൗദാശിക ബന്ധം മലങ്കര സഭയുടെ സാഹോദര്യവും സഹിഷ്ണുതയും വിളിച്ചോതുന്നു. തീഷ്ണവതിയായ പോർട്ടുഗീസ് മിഷണറി 1542-ൽ ഭാരതത്തിലെത്തിയ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ കേരളത്തിലെ കടൽ തീരങ്ങൾ കേന്ദ്രമാക്കി സുവിശേഷം പ്രസംഗിക്കുകയും അനേകം പേരെ ക്രിസ്തുമതത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു. ഭാരത സഭയ്ക്ക് മേലുള്ള രക്ഷാധികാരിത്വം അഥവാ ഭദ്രവാദോ മാർപ്പാപ്പയിൽ നിന്നും കരസ്ഥമാക്കിയ പോർട്ടുഗീസ് മിഷണറികൾ അവരുടെ മിഷൻ പ്രവർത്തന വ്യാപ്തി വർദ്ധിപ്പിച്ചു. മലങ്കര സഭയിലെ ആരാധനാ ഭാഷയായ സുറിയാനിക്ക് പകരം പാശ്ചാത്യ ദൈവശാസ്ത്രവും ലത്തീൻ ആരാധനക്രമവും നടപ്പിലാക്കാൻ ശക്തമായ ശ്രമങ്ങളുണ്ടായി. മലങ്കരയിൽ പേർഷ്യൻ മെത്രാന്മാരുടെ സ്വാധീനം കുറയുകയും 1597-ൽ പേർഷ്യൻ മെത്രാൻ മാർ അബ്രഹാം മരിച്ചതിനു ശേഷം പോർട്ടുഗീസ് മിഷണറിമാർ മലങ്കര സഭയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. അതേ തുടർന്ന് സഭാ നേതൃത്വം ഏറ്റെടുത്ത് നടത്തിയത് ആർച്ച് ഡീക്കൻ ഗീവർഗീസാണ്. ദുർബലമായ സഭാ നേതൃത്വത്തിന്റെ ഈ അവസ്ഥയെ മുതലെടുത്ത് പോർട്ടുഗീസ് മിഷണറിമാർ മലങ്കര സഭയെ പാശ്ചാത്യ സഭയുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 1599 ഫെബ്രുവരിയിൽ പാശ്ചാത്യ മെത്രാൻ മെനേസിസ് ഗോവയിൽ നിന്നും കേരളത്തിലെത്തി. ഗീവർഗീസ് ആർച്ച് ഡീക്കനുമായി സൗഹൃദ ബന്ധം സ്ഥാപിച്ച അദ്ദേഹം മലങ്കരയിലെ ദേവാലയങ്ങളിൽ കൂദാശ കർമ്മങ്ങൾ നടത്തുകയും പട്ടം നൽകുകയും ചെയ്തു. ഈ അനുകൂല സാഹചര്യത്തിൽ പോർട്ടുഗീസ് സൈന്യത്തിന്റെയും നാട്ടുരാജാക്കന്മാരുടെയും സഹായത്തോടുകൂടെ മെത്രാൻ ഉദയംപേരൂരിൽ ഒരു സുന്നകദോസ് വിളിച്ചുകൂട്ടുകയും 153 വൈദികരും 600 അൽമായരും സംബന്ധിച്ച ഉദയംപേരൂർ സുന്നകദോസ് 1599 ജൂൺ 20-ന് ആരംഭിക്കുകയും ചെയ്തു. ചട്ടങ്ങൾ പാലിക്കാതെ നടന്ന ഈ സുന്നകദോസിന് റോമിന്റെ അംഗീകാരം ലഭിച്ചില്ലെങ്കിലും മലങ്കരയിൽ പാശ്ചാത്യവൽക്കരണം ഭാഗികമായി നടപ്പിലാക്കാൻ സാധിച്ചു. 1599 ഡിസംബർ 20-ന് ഫ്രാൻസിസ് റോസ് എന്ന ഈശോ സഭ വൈദികൻ മലങ്കര സഭയുടെ ആദ്യ ലത്തീൻ മെത്രാനായി. അങ്കമാലിയെ ഗോവൻ രൂപതയുടെ സാമന്തര രൂപതയായി തരം താഴ്ത്തി. മലങ്കര സഭ ലത്തീൻ ഭരണത്തിന് കീഴിലായി.
ആർച്ച് ഡീക്കന്റെ അധികാരാവകാശങ്ങൾ എടുത്തുകളയുകയും ലത്തീൻ സഭാക്രമം പോലെ വികാരി ജനറലിനെ നിയമിക്കുകയും ചെയ്തു. പാശ്ചാത്യ ഭരണത്തിൽ സഹികെട്ട മലങ്കര നസ്രാണികൾ 1563 ജനുവരി 3 വെള്ളിയാഴ്ച പള്ളിയുടെ മുൻവശത്തുള്ള കൽക്കുരിശിൽ 4 പാടും കയർ കെട്ടി ശപഥം ചെയ്തു. സന്തതിയുള്ള കാലത്തോളം സാമ്പാളൂർ പാതിരിമാരുടെ കീഴിൽ ഇരിക്കില്ല എന്നുള്ളതായിരുന്നു ശപഥം. ഈ ശപഥമാണ് കൂനൻ കുരിശ് സത്യം എന്നറിയപ്പെടുന്നത്. ഇതിനുശേഷം സംഭവബഹുലമാണ് മലങ്കര സഭയുടെ ചരിത്രം. കൂനൻ കുരിശ് സത്യത്തോടുകൂടി സഭയിൽ വിഭാഗീയത ശക്തമായി. കൂനൻ കുരിശ് സത്യത്തിന്റെ ഭാഗമായവർ തോമ ആർച്ച് ഡീക്കനെ സഭാ നേതാവായി അംഗീകരിക്കുകയും 1653 മെയ് മാസത്തിൽ 12 വൈദികർ ചേർന്ന് ആർച്ച് ഡീക്കനെ മാർത്തോമ എന്ന പേരിൽ തലയിൽ കൈവച്ച് മെത്രാനായി വാഴിക്കുകയും സഭാധ്യക്ഷനാക്കുകയും ചെയ്തു. കേരളത്തിൽ ഡച്ചുകാർ പോർട്ടുഗീസുകാരെ തോൽപ്പിക്കുകയും പോർട്ടുഗീസുകാരനായ മിഷണറിമാരെ നാടുകടത്തുകയും ചെയ്തു. നിലവിലെ ലത്തീൻ മെത്രാനായിരുന്ന സെബസ്ത്യാനി 1663 തദ്ദേശീയനായ ചാണ്ടിക്കത്തനാരെ മെത്രാനായി വാഴിച്ച ശേഷം നാടുവിട്ടു. പുരാതന പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം തുടരുകയും കത്തോലിക്കരായി തുടർന്ന് ജീവിക്കുകയും ചെയ്തതിനാൽ ഇവരെ പഴയ കൂറ്റുകാർ എന്ന് വിളിച്ചിരുന്നു. എന്നാൽ തോമ ആർച്ച് ഡീക്കനെ അംഗീകരിക്കുകയും അന്ത്യോക്യൻ അഥവാ പാശ്ചാത്യ സുറിയാനി ആരാധനക്രമം സ്വീകരിക്കുകയും ചെയ്ത വിഭാഗം പുത്തൻ കൂറ്റുകാർ എന്നറിയപ്പെടാനും തുടങ്ങി. അധികാര വടംവലിയുടെയും അനൈക്യത്തിന്റെയും നൂറ്റാണ്ടുകൾക്കാണ് പിന്നീട് മലങ്കര സഭ സാക്ഷ്യം വഹിച്ചത്. ആംഗ്ലിക്കൻ മിഷണറിമാരുടെ വരവ്, മുളന്തുരുത്തി സുന്നഹദോസ്, മാർത്തോമ സഭയുടെ ഉദ്ഭവം, വിവിധ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ഉദ്ഭവവും വളർച്ചയും, വട്ടിപ്പണക്കേസ്, 1912 കാതോലിക്കേർ സ്ഥാപനം തുടങ്ങിയവയൊക്കെ മലങ്കര സഭയുടെ ഭാവി നിർണയിച്ച സുപ്രധാന സംഭവങ്ങളാണ്. 1653 കൂനൻ കുരിശ് സത്യത്തിനു ശേഷം പഴയകൂറ്റ് അഥവാ കത്തോലിക്ക സഭയുമായി പുനരയിക്കപ്പെടാനുള്ള ശ്രമങ്ങൾ പുത്തൻകൂറ്റുകാർ പലതവണ നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. 1912 കാതോലിക്കേർ സ്ഥാപിച്ച് സമ്പൂർണ്ണ തദ്ദേശീയ സഭാഭരണം ആരംഭിച്ചു. പുത്തൻകൂർ സമുദായത്തിൽപ്പെട്ട മിടുക്കനായ വൈദികൻ ഫാദർ P.T. ഗീവർഗീസിന്റെ പണ്ഡിതോചിതമായ തീരുമാനങ്ങളും പ്രാർത്ഥനാ ജീവിതവും മലങ്കര സഭയുടെ ചരിത്രം മാറ്റിയെഴുതി. കോട്ടയം MD സെമിനാരി പ്രിൻസിപ്പൽ, കൽക്കട്ടയിലെ സറാംപൂർ കോളേജിലെ പ്രൊഫസർ എന്നീ നിലകളിലുള്ള അനുഭവവും സഭയിലെ ആന്തരിക നവീകരണത്തിന് സന്യാസ പ്രസ്ഥാനത്തിന്റെ ആവശ്യകതയും മനസ്സിലാക്കിയ അദ്ദേഹം ബഥനി സന്യാസ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി. 1919 ആഗസ്റ്റ് 15 പെരുന്നാട്ടിലെ മുണ്ടൻമലയിൽ പുരുഷന്മാരുടെ സന്യാസ പ്രസ്ഥാനവും 1925 തിരുവല്ലയിലെ തിരുമൂലപുരത്ത് സ്ത്രീകൾക്കായി ബഥനി സന്യാസിനി സമൂഹവും ആരംഭിച്ചു. ഇതിനൊപ്പം തന്നെ ബഥനി പ്രസ് സ്ഥാപിക്കുകയും ചെയ്തു. 1925 ഫാദർ P.T. ഗീവർഗീസ് ബഥനിയുടെ മെത്രാനായി വാഴിക്കപ്പെട്ടു. 1929 അദ്ദേഹം ബഥനിയുടെ മെത്രാപ്പോലിത്തയായി ഉയർത്തപ്പെട്ടു. അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യൻ യാക്കോബ് കശീശ, യാക്കോബ് മാർ തെയോഫിലോസ് എന്ന പേരിൽ ബഥനിയുടെ എപ്പിസ്കോപ്പയായി. പ്രാർത്ഥനയുടെയും അശ്രാന്ത പരിശ്രമത്തിന്റെയും ഫലമായി 1930 ആഗസ്റ്റ് 20 റോമിൽ നിന്നും പുനരൈക്യത്തിനുള്ള അംഗീകാരം ലഭിച്ചു. വട്ടിപ്പണക്കേസിൽ അപ്രതീക്ഷിത വിജയം ലഭിച്ച മെത്രാൻ കക്ഷിക്കാർ പുനരൈക്യ ചിന്തകളിൽ നിന്നും പിൻവാങ്ങുകയും പുനരൈക്യത്തെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ മാർ ഇവാനിയോസും മാർ തെയോഫിലോസും ബഥനിയിലെ സന്യസ്തരും പുനരൈക്യത്തിൽ ഉറച്ചു നിൽക്കുകയും 1930 ആഗസ്റ്റ് 20 ദൈവാശ്രയം മാത്രം ശരണം വെച്ചുകൊണ്ട് വെറും കൈയോടെ പെരുന്നാട് ബഥനിയാശ്രമം വിട്ടിറങ്ങി. 1930 സെപ്റ്റംബർ മാസം 20 മാർത്തോമാ ശ്ലീഹായുടെ അപ്പസ്തോലിക പൈതൃകത്താൽ സമ്പുഷ്ടമായ മലങ്കര സഭയിൽ ആഹ്ലാദത്തിന്റെ ഒരു മണിനാദം മുഴങ്ങി.
ആഗോള സഭാ സംസർഗത്തിലേക്ക് മലങ്കര സഭ പ്രവേശിച്ച പുണ്യദിനമായിരുന്നു ചരിത്രപ്രസിദ്ധമായ പുനരൈക്യം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പിറവി വിളിച്ചോതുന്ന പുനരൈക്യം നൂറ്റാണ്ടുകൾ നീളുന്ന ദർശനങ്ങളുടെയും വിശ്വാസബോധ്യങ്ങളുടെയും പക്വവും ദൃഢവുമായ ഒരു ചുവടുവയ്പായിരുന്നു. കൊല്ലം അരമന ചാപ്പലിൽ രൂപതാധ്യക്ഷൻ ബെൻസിക തിരുമേനിയുടെ മുമ്പിൽ ചങ്ങനാശ്ശേരി മെത്രാൻ മാർ കാളാശ്ശേരി, കോട്ടാർ മെത്രാൻ ലോറൻസ് പെരേര എന്നിവരുടെ സാന്നിധ്യത്തിൽ മാർ ഇവാനിയോസും മാർ തെയോഫിലോസും, ഫാദർ ജോൺ ഒഎസി, അലക്സിയോസ് ഷെമാശൻ, കിളിയിലേത്ത് ചാക്കോ എന്നിവർ വിശ്വാസ പ്രഖ്യാപനം നടത്തി വിച്ഛേദിതമായിരുന്ന കത്തോലിക്ക ബന്ധം പുനഃസ്ഥാപിച്ചു. ചരിത്രപ്രസിദ്ധമായ ഈ സംഭവം പുനരൈക്യം എന്നും പുനരൈക്യപ്പെട്ട സഭ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെന്നും അറിയപ്പെട്ടു. പിറ്റേ ദിവസം പുലിക്കോട്ട് യൗസേപ്പ് റമ്പാനും ചേപ്പാട്ട് ഫിലിപ്പോസ് റമ്പാനും പുനരൈക്യപ്പെട്ടു. തുടർന്നുള്ള ദിവസങ്ങളിൽ അനേകം പേർ പുനരൈക്യത്തിന്റെ ഭാഗമായി മാറി. 1932 മാർ ഇവാനിയോസ് തിരുമേനി റോമിൽ പോയി 11-ാം പിയൂസ് മാർപ്പാപ്പയെ സന്ദർശിക്കുകയും ജൂൺ 11 ക്രിസ്തോ പാസ്തോരും പ്രിൻസിപ്പി എന്ന തിരുവെഴുത്ത് മുഖേന മലങ്കര അന്ത്യോക്യൻ സുറിയാനി ഹൈരാർക്കി മാർപ്പാപ്പ സ്ഥാപിക്കുകയും ചെയ്തു. ഇതോടുകൂടി മലങ്കര സുറിയാനി കത്തോലിക്ക സഭ സർവതോന്മുഖമായി അഭിവൃദ്ധി കൈവരിക്കാൻ തുടങ്ങി. യാക്കോബായ, ഓർത്തഡോക്സ്, മാർത്തോമ സഭകളിലെ ധാരാളം വൈദികരും അൽമായരും കൂട്ടത്തോടെ കത്തോലിക്ക സഭയുമായി പുനരൈക്യപ്പെട്ടു. സീറോ മലബാർ സഭയിലെയും ലത്തീൻ രൂപതകളിലെയും വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും അജപാലന പിന്തുണ സഭയുടെ വളർച്ചയ്ക്ക് സഹായകമായി. 1937 നവംബർ 29 ഓർത്തഡോക്സ് സഭയിലെ നിരണം മെത്രാൻ ജോസഫ് മാർ സെവേറിയോസ് തിരുമേനിയും 1938 നവംബർ 12 ക്നാനായ യാക്കോബ സഭയിലെ തോമസ് മാർ ദിയസ്കോറസ് തിരുമേനിയും പുനരൈക്യപ്പെട്ടു. പുനരൈക്യ ശില്പി ആർച്ച് ബിഷപ്പ് ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനി 1953 ജൂലൈ 15 കാലം ചെയ്തു. ആ പുണ്യചരിതന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന പട്ടം കത്തീഡ്രൽ ഇന്ന് മലങ്കര സഭയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. മാർ ഇവാനിയോസ് പിതാവിന്റെ കാലശേഷം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ നേതൃത്വം ഏറ്റെടുത്ത് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി 4 പതിറ്റാണ്ടുകൾ മലങ്കര സഭയെ സ്തുത്യർഹമായി നയിച്ചു. രാഷ്ട്രീയ, സാമുദായിക, കാർഷിക മേഖലകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു. 1977 തൊഴിയൂർ സ്വതന്ത്ര സഭയുടെ മേലധ്യക്ഷൻ പൗലോസ് മാർ പീലക്സിനോസ് പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി. 1978 ബത്തേരി രൂപത സ്ഥാപിതമാവുകയും അതിന്റെ പ്രഥമ അധ്യക്ഷൻ അഭിവന്യ സിറിൽ മാർ ബെസേലിയോസ് പിന്നീട് 2005 സഭയുടെ പ്രഥമ കാതോലിക്ക ബാവ ആകുകയും ചെയ്തു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പിന്നിട്ട 86 വർഷങ്ങൾ സഭയുടെ സുവിശേഷ ജീവിതത്തിന്റെ പ്രകടമായ അടയാളമാണ്. ഇന്ന് സഭയുടെ തലവനും പിതാവുമായ മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവായുടെ നേതൃത്വത്തിൽ സഭ 10 ഭദ്രാസനങ്ങളും 1 എക്സാർക്കേറ്റും 14 ഇടയ ശ്രേഷ്ഠരും 1000-ഓളം ഇടവകകളും 850-ഓളം ഇടവ വൈദികരും 200-ഓളം സന്യസ്ത വൈദികരും 1500-ഓളം സന്യാസിനികളും 5 ലക്ഷത്തോളം വിശ്വാസികളും അസംഖ്യം വിദ്യാഭ്യാസ, സാമൂഹിക, ആതുര സ്ഥാപനങ്ങളുമായി സാക്ഷ്യജീവിതം നയിക്കാൻ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു.